ചെരുപ്പിൻ്റെ അടപ്പളവിട്ടുണ്ട്. കുറച്ച് നാളായി ഇളകിയിരുന്നിട്ട് കല്യാണമൊക്കെ അല്ലേ മോയൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. രാവിലെ തന്നെ ഞാൻ കൈസക്കട കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്ലാൻ അല്ലായിരുന്നു. പിന്നെ ഞാനതിൽ ഓസിനും പോയി കയറിയതാണ്. സോ രാവിലെ തന്നെ നല്ല ചക്കത്തിരളി ഉമ്മ ഉണ്ടാക്കി തന്നതും കഴിച്ചുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൈസക്കാക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ പോയി അവിടെ ഇവിടെ എല്ലാം കയറിയിട്ടാണ് എൻ്റെ കാര്യത്തിന് ചെന്നത്. ഈ ഒരു സ്പോട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അറിയാത്തവരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് പള്ളുമുക്കിലാണ്, വടക്കേവിളയിലാണ്. സംഭവം സൂപ്പറായിട്ട് ഇതെല്ലാം ആ ഒരാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചെരുപ്പുകളാട്ടോ. ഹാൻഡ് മെയ്ഡ് ചെരുപ്പുകളാണ്. എനിക്കിതൊക്കെ കസ്റ്റം ചെയ്തും എല്ലാം തരും, ഇഷ്ടമുള്ളതല്ല. ഇതെല്ലാം ആ ഒരു അങ്കിൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെരുപ്പുകളാണ്. അതുപോലെ ഞാൻ പ്രത്യേകം ഒരു നല്ല ഗ്രിപ്പുള്ളൊരെണ്ണം ഇട്ടാണ്. കാര്യം കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഹീൽ ഇടുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഗ്രിപ്പ് കുറഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നല്ല ഗ്രിപ്പുള്ള സാധനം എനിക്ക് നല്ല റേറ്റ് കുറവിൽ ചീപ്പ് റേറ്റിലാണ് കിട്ടിയത്. ഞാൻ വേറെ കുറേ സ്പോട്ടുകളിൽ തിരക്കി പറ്റിച്ച് നല്ല എമൗണ്ട് എന്നോട് പറഞ്ഞു. പക്ഷേ ഇവിടെ നല്ല ചീപ്പായിട്ടാണ് എനിക്ക് ചെയ്ത് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മാക്സിലേക്ക് പോയി. മാക്സി കുഞ്ഞിന് കുറച്ച് സാധനം വേണമായിരുന്നു. പക്ഷേ അതൊന്നും അവിടെ കിട്ടിയില്ല. ആവശ്യമില്ലാത്ത ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആവശ്യമുള്ള ഒരൊറ്റ ഐറ്റം നമുക്ക് കിട്ടിയില്ല. അങ്ങനെ അതെല്ലാം തിരിച്ചു വെച്ചിട്ട് ഫസ്റ്റ് ക്രൈ കയറി. ഫസ്റ്റ് ക്രൈ ചെന്നപ്പോൾ നല്ല കളക്ഷനായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ചെരുപ്പുകളാണെന്ന്. കാര്യം ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് എന്നോട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പള്ളുമുക്കിൽ തന്നെയുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് ഡാഡിയുടെ ലിറ്റിൽ പ്രിൻസസിന് വേണ്ടി ചെരുപ്പ് മേടിക്കുന്നതാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ സാധനങ്ങൾ മേടിച്ചു. അതിലൊരു ഐറ്റം ആയിരുന്നു ബ്രഷും പേസ്റ്റും മോളുടെ പല്ല് തേക്കാൻ വേണ്ടി മേടിച്ചതാണ്. എന്നിട്ട് ഇന്നത്തെ